കാവല്. ഇന്ന് ഞാൻ കാണിക്കുന്നത് UC ക്ലാസിക് ഉപയോഗിക്കുന്ന സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടികൾ UC കാറ്റഗറി എന്ന വണ്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കോമൺ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം ചില സമയങ്ങളിൽ അയച്ചിട്ട് കാണിച്ചിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. ഈ ഒരു ശബ്ദം കേട്ട് ആൾക്കാർ ഭയങ്കര പേടിയും എഞ്ചിമിനെ ആകെ ബേജാറാണ് ഒരു അവസ്ഥ ഉണ്ടാവുക. ആ ശബ്ദം കേട്ട് ചേരാം. ഇതാണ് സൗണ്ട് വരുന്നത്. ഈ സൗണ്ട് ഞാൻ എന്താണെന്ന് അയച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ വർക്ക് എടുക്കുന്ന പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആളുകൾക്കും വർക്ക് എടുക്കുന്ന ആളുകൾ, അതായത് വർക്ക് നമ്മുടെ വണ്ടീൻ്റെ ഓണേഴ്സിനുള്ളത്, അത് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന സൗണ്ട് കേൾക്കും. എന്താണെന്നുള്ള കാരണം എത്തിക്കഴിഞ്ഞാൽ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടോ അല്ലയോ നമുക്ക് നോക്കാം. ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ. അയച്ചതാണ് ഓയിൽ കംപ്ലീറ്റ് കളഞ്ഞു. എപ്പോൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ബെയറിങ് കേട്ടോ. ഈ ഒരു ബെയറിങ് നല്ലോണം പോയിട്ടുണ്ട്. ബെയറിങ് മാറ്റി കൊടുക്കണം. ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പിന്നെ തിരിഞ്ഞ് പോയിട്ടുണ്ടോ നോക്കണം കേട്ടോ. ചിലപ്പോൾ അയക്കുന്ന സമയത്ത് കൊണ്ട് തള്ളിക്കിടക്കാണ് കേസ് ക്ലോസ് ആവില്ല. ഇത് സാധാരണ ഇതിൽ എല്ലാവരും കംപ്ലീറ്റ് അയച്ചെടുക്കുന്നതാണ് കാണാറുള്ളത്. പക്ഷേ കംപ്ലീറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് കുറച്ചും കൂടെ തള്ളി പിടിക്കുക. ഓട്ടോ ടെൻഷനർ ഇവിടെ പ്രസ് ചെയ്തിട്ട് താഴോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇത് അഴിഞ്ഞു പോകുന്നു കേട്ടോ. ഇതൊരു വൺ വേ ക്ലച്ചാണ്. അതായത് സെൽഫ് അടിയുമ്പോൾ മാത്രം വർക്ക് ചെയ്യും, പിന്നെ ഇത് കറങ്ങില്ല, പിന്നെ ഇത് മാത്രമേ കറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഈ വീല് സെൽഫ് അടിയുമ്പോൾ മാത്രമേ ഇത് കറങ്ങുള്ളൂ, ബാക്കി പിന്നെ ഇത് കിടന്ന് കറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ബെയറിങ് സ്പ്രിങ്ങൊക്കെ പൊട്ടിയിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു നോയ്സ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങോട്ടും തോന്നുന്നു. ബെയറിംഗ് ഒക്കെ അടന്ന് താഴോട്ട് പോയിട്ടുണ്ട്. അതായത് സ്പ്രിങ്ങൊക്കെ പൊട്ടി ബോൾസൊക്കെ താഴോട്ട് ചാടി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചില ആൾ പറയും ബെയറിംഗ് മാത്രം മാറ്റിയാൽ മതിയെന്ന്. ഈ ഫേസ് നോക്കുക കേട്ടോ. ഈ ഫേസിന് നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് തന്നെ ഇതൊക്കെ കുഴിഞ്ഞു പോയി. അപ്പോൾ ഇത് സെറ്റ് മൊത്തത്തിൽ, അതായത് ഫുൾ അസംബ്ലി മാറ്റുള്ള യാതൊരു നിർവാഹമില്ല ഇതിന്. കാരണം ഈ ഫേസ് ഇങ്ങനെ ഉണ്ടാവുക. ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാണ് ഫേസാണ് ഈ രീതിയിലേക്ക് വരഞ്ഞങ്ങ് തീർന്നത്. അതായത് അരഞ്ഞ് തീർന്നു പോയി എന്നറിയാം. പിന്നെ ചില ആളുകൾ ഇതിന് 2 ഗിയറാണ് ഉണ്ടാവുക. ഒരു ഡബിൾ ഗിയർ, സിംഗിൾ ഗിയർ. അപ്പോൾ ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് വൺ വേ ക്ലച്ച് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒറിജിനൽ വൺ വേ ക്ലച്ച് ഉപയോഗിക്കാം. അത് ഒറിജിനൽ വൺ വേ ക്ലച്ച് എന്തായാലും 4700 രൂപ അടുത്ത് വില വരുന്നതാണ് ഒറിജിനൽ വൺ വേ ക്ലച്ച്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.
അതല്ല നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പല വിലൻ്റെ പാർട്സുകളുണ്ട്. ഞാൻ പറഞ്ഞ 300-400 രൂപ ഒരു ബെയറിങ് കിട്ടുന്നുണ്ട്. 1500, 2000, 2500, 3000 പല റേഞ്ചിൽ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതാണോ പറ്റിയെന്നുള്ള നമ്മളടുത്ത് ഒരു സാധനം, ഞാൻ വിശ്വാസയോഗ്യമായ സാധനം ആഫ്റ്റർ മാർക്കറ്റ് പരമാവധി ഒഴിവാക്കാറാണ് പതിവ്. ഒരു 90% ഓയിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു തലവേദന പറഞ്ഞാൽ അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു 6 മാസം ഇവരൊന്ന് പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമാണ് കേൾക്കുമ്പോൾ. കാരണം പൈസ മുടക്കിയതാണല്ലോ, നമുക്കൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി, അഥവാ ആരെങ്കിലും നിർബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് കുറച്ച് ഇപ്പോൾ എന്തെങ്കിലും സെൽഫ് അടിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ആളുകൾ മാത്രമേ നമ്മൾ മറ്റേ കുറഞ്ഞിട്ടുള്ള പാർട്സ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ സിംഗിൾ യൂസാണ്, ക്ലച്ചൊക്കെ ന്യൂട്രലാണ് മാക്സിമം ഉപയോഗിക്കുന്നത്, സെൽഫ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതല്ല നിങ്ങൾ കുറച്ച് റഫ്യൂസ് ആണ് എങ്കിൽ ഒറിജിനൽ ഇടുന്നതായിരിക്കും ഏറ്റവും നന്നാ. ഒരു കാരണവശാലും 500cc ഒരിക്കലും ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്, ഓയിൽ തന്നെ ഉപയോഗിക്കുക. പിന്നെ പല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് വരുന്നതുകൊണ്ട് പല ക്വാളിറ്റിയിലെ സബ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. ചില വെണ്ടേഴ്സൊക്കെ ഉണ്ട്, ഓയിൽ വെണ്ടേഴ്സൊക്കെ പുറത്തേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന പാർട്സുകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനലാണോ അല്ലെന്നുള്ള തിരിച്ചറിയാനുള്ള മാർഗം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പിന്നെ ബെയറിങ് ഒറിജിനലാണോ അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു ലൈന് കാണുന്നുണ്ട് ഈ ബോളിൻ്റെ മുകളിൽ. ഈ ലൈനുള്ള ബെയറിംഗ് ആണെങ്കിൽ ഇതൊക്കെ ബെയറിങ്ങിൽ കംപ്ലീറ്റ് ബോൾസാണ് കേട്ടോ. ബോൾസ് ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് ഓരോ ബോൾസാണ് ഉണ്ടാവുക. ഈ ബോൾസൊക്കെ അരഞ്ഞ് തീർന്നത് ഇങ്ങനെ കംപ്ലീറ്റ് സെറ്റാണ് ബോൾസ് ഉണ്ടാവുക. അപ്പോൾ ഈ ബോൾസിൽ ഈ ലൈന് വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ലൈൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒറിജിനൽ പാർട്സ് അല്ല. ഈ ഒരു ബെയറിംഗ് തന്നെ 300 രൂപ മുതൽ മുകളിലേക്ക് സാധനം കിട്ടാണ്ട്. ഇമ്പോർട്ടഡ് പാർട്സുകൾ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, നല്ല കോപ്പി സാധനങ്ങളുണ്ട്. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ലോക്കൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മിക്കവാറും ചില അവരവരുടെ മാർക്കറ്റിൽ അല്ല അവരവരുടെ ലോക്കൽ വർക്ക്ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പാർട്സുകൾ ഏതാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ പല സപ്ലൈസും ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. അതുകൊണ്ട് മാക്സിമം നമുക്ക് കൺഫേം ഇല്ല. അതായത് 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് ചില സ്പ്രേ ക്ലച്ചൊക്കെ. 6 മാസം വാറണ്ടി പറഞ്ഞാൽ എല്ലാ ലോക്കൽ ഇട്ടാലും അത്യാവശ്യം കുഴപ്പമില്ല, 6 മാസം ഓടും കേട്ടോ. 2500-3000 കൊടുത്ത് മുടക്കിയായിട്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഉപയോഗിക്കണോ 4500 കൊടുത്ത് ഒറിജിനൽ ഇടണോ എന്നുള്ള നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഒറിജിനൽ ഇട്ട് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഒറിജിനൽ ഇടുക. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരമാവധി ഇതൊക്കെ ലോക്കൽ ബെയറിംഗ് ഇട്ടുകൊണ്ടാണ് ഇത്രയധികം ഇങ്ങനെ സൗണ്ട് വരുന്നത് കേട്ടോ. കാരണം 4, 5, 6 വർഷങ്ങളൊക്കെ ഇന്നിപ്പോൾ ഒരു വണ്ടി മാറ്റിയിരിക്കുന്നത് 7 വർഷത്തിന് ശേഷമാണ് വൺ വേ ക്ലച്ച് മാറ്റുന്നത്. അപ്പോൾ അത്രത്തോളം ലാസ്റ്റ് ചെയ്യും. ഇതാവുമ്പോൾ നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ 7 മാസം 8 മാസം ചിലപ്പോൾ 1 വർഷം 2 വർഷം 1 വർഷമൊക്കെ കിട്ടിയാൽ തന്നെ പിന്നെ നമ്മളത് മാറ്റേണ്ടി വരും. അപ്പോൾ അടിക്കടി വരുന്നൊരു വിഷയമാണ്. ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിഷയം ശബ്ദം മാത്രമല്ല ഉണ്ടാവുക. പിന്നെ ഈ ഒരു അരഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ലോക്കായി കഴിഞ്ഞാൽ, അത് ബെയറിങ്ങിൻ്റെ ബോൾസുകൾ ലോക്കായി കഴിഞ്ഞാൽ വല്ലാത്തൊരു ശബ്ദം വരും. അത് ആ ശബ്ദമാണ് നമുക്ക് ഇതിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ വേറെ നോക്കാനല്ല, ബെയറിങ് ഇട്ട് സെറ്റ് ചെയ്യുക, അസംബിൾ ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ശബ്ദം വരുന്നതിന് 3 ഭാഗത്തു നിന്നാണ്. ഒന്ന് ഇതാണ്, ഒന്ന് ഈ ഗിയറിന് വളരെ റയറായിട്ട് ശബ്ദം വരുള്ളൂ കേട്ടോ. പിന്നെ വരുന്ന ഈ ഗിയറാണ്, ഡബിൾ ഗിയറാണ് ഈ ശബ്ദം വരിക. ഈ ഡബിൾ ഗിയറിൻ്റെ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഗിയറിൻ്റെ ശബ്ദം ഒരു സെൽഫ് മോട്ടർ അടിച്ചതിന് ശേഷം റിലീസാക്കിയതിന് ശേഷം ഒരു ശബ്ദം ഉണ്ടാവുക. അപ്പോൾ ഇതാണ് വൺ വേ ക്ലച്ചിൻ്റെ ഇന്നത്തെ ആളുകൾ ഭയപ്പെടുന്ന ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ ഒരു ശബ്ദം കേട്ടോ. റണ്ണിങ്ങിൽ വല്ലാതെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വല്ലാതെ ആളുകൾ പേടിക്കും. എന്താ പറ്റിയ വണ്ടിക്ക് എഞ്ചിൻ മണി ആയോ? അപ്പം ഒരിക്കലും നിങ്ങൾ ഈ ഒരു കംപ്ലയിൻസുമായിട്ട് ഈ ഒരു ശബ്ദം കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ വർക്ക്ഷോപ്പ് പോയിട്ട് തന്നെ വൺ വേ ക്ലച്ചിന് സൗണ്ട് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതൊരു വർക്ക്ഷോപ്പിൽ നിന്ന് വൺ വേ ക്ലച്ചിന് മാറ്റണം, വൺ വേ ക്ലച്ചിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടോ നോക്കണം. അല്ല വൺ വേ ക്ലച്ചിൻ്റെ പിന്നെ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് ഒരു ചാടലാണ്. മിക്കവാറും വണ്ടികളിൽ ഈ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഓയിലി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പോയില്ല, ഞാൻ ഈ ബോൾട്ട് മാറ്റുള്ളൂ. അതല്ലെങ്കിൽ ബോൾട്ട് കറക്റ്റ് പെട്രോൾ ക്ലീൻ ചെയ്തിട്ട് സീലിട്ടതിന് ശേഷം, ത്രെഡ് സീലിട്ടതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക. വൈബ്രേറ്റ് വണ്ടി ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും. റോയൽ എൻഫീൽഡാണ്, ഹെവി വണ്ടിയാണ്. ചെറിയ വൈബ്രേഷൻ ഇതിങ്ങനെ അയിഞ്ഞിങ്ങനെ പോരുന്ന ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇതുവരെ പോന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലച്ച് അടക്കി റിലീസായിട്ട് ചെയിനൊക്കെ കട്ടായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒന്ന് നല്ല ക്ലീൻ ചെയ്യുക. ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിലാക്കരുത്, ഇതിൻ്റെ മുകളിൽ ഓയിലാക്കരുത്. ഈ നെട്ട് ബോൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, റീപ്ലേസ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റ് ക്ലീൻ ചെയ്ത് പെട്രോൾ ക്ലീൻ ചെയ്തിട്ട് ഗം ഇട്ടിട്ട് മാത്രം ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.